Hello everyone! Once again, welcome back to our channel Alpha Angels World. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ തണുപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പം തുടങ്ങി. അപ്പം പപ്പായും മമ്മിയും വന്നു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയതിന് ശേഷം അവർക്ക് എങ്ങും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം തണുപ്പാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊന്നും കാണണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാനാണ് വന്നത്, ഞങ്ങൾക്ക് എങ്ങും പോകണ്ട. കാരണം അവർക്ക് കാണേണ്ട മെയിൻ സാധനമൊക്കെ അവർ കണ്ടു കഴിഞ്ഞു, സ്ഥലങ്ങളൊക്കെ അവർ കണ്ടു. അപ്പോൾ ഇനി അവർക്ക് കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർക്ക് എങ്ങും പോകണ്ട. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും കാശ് മുടക്കി വന്നിട്ട് ഇവിടെ ഒന്നും എങ്ങും കാണാതെ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ അമ്മ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോരുത്തടുത്തും അവരെ കൊണ്ടുപോകുന്നത്, ഉന്തിത്തള്ളി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഐക്യയിലേക്ക്. കാരണം ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഐക്യ പ്ലാൻ ചെയ്യായിരുന്നു, ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പപ്പായും മമ്മിയും കൂടെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ എന്തായാലും പോവാം. കാരണം പപ്പ ഇടയ്ക്ക് പറയും ഐക്യയിൽ പോയ കാര്യം. കാരണം ബയ്യാരുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും പോയ സമയത്ത് പപ്പ ഒന്ന് രണ്ട് തവണ ഐക്യയിൽ പോയിട്ടുണ്ട്. അപ്പം എപ്പോഴും പറയും ഐക്യയുടെ കാര്യം പറയും. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ആ സമയത്തായിരുന്നു ഐക്യ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഞങ്ങൾ പോയപ്പോൾ അവിടെ 2 hours വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വാതൊക്കെ വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാതെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പോകണം എന്നുള്ള പ്ലാൻ കുറേ നാളായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ പപ്പായും മമ്മിയും വന്നപ്പോൾ ഞങ്ങൾ ലിസ്റ്റ് ഇട്ടുള്ള ഒന്നാണ് ഐക്യ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം എന്നാൽ ഐക്യയിലേക്ക് ആക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. അച്ഛൻ്റെ ഓഫീസൊക്കെ അച്ഛൻ കാണിച്ചു, മമ്മിയും പപ്പായ ഓഫീസൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഐക്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഈവനിങ് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്ന്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് നേരത്തെ ഇരുട്ടി തുടങ്ങി. ഇതുകൊണ്ട് ആ കാണുന്നതാണ് ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഐക്യ. അപ്പോൾ ഇരുട്ടിയൊക്കെ തുടങ്ങിയത് കൊണ്ട് മമ്മി അല്പം ക്ഷീണിച്ചൊക്കെ തുടങ്ങി. കാരണം മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നതാണല്ലോ. മമ്മി തളർന്നു തുടങ്ങി. പക്ഷെ മമ്മി വയ്യാന്നുള്ള കാര്യം ആരോടും പറയാതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം മമ്മി ചോദിച്ചു ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം മമ്മി, നമുക്ക് കഴിച്ചേച്ച് പോകാം. കാരണം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മെഗ്ഡി ഉണ്ടായിരുന്നു. മെഗ്ഡിയിൽ കയറി ഓരോ ബർഗറൊക്കെ കഴിച്ചേച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ടാർഗറ്റായ ഐക്യയിലേക്ക് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ ആദ്യമേ മെഗ്ഡിയിലേക്ക് ഒന്ന് കയറട്ടെ. കണ്ടോ, മെഗ്ഡിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി. അകത്തുള്ള വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഐക്യയെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഐക്യയിൽ ചെന്നിട്ട് കാണാം. കാരണം റോഡും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകണമല്ലോ. അങ്ങനെ ബട്ടണൊക്കെ പ്രസ് ചെയ്തു. പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പതിയെ അപ്പുറത്ത് പോയി. കണ്ടോ, അവിടെ പച്ചയൊക്കെ കത്തി. അപ്പം ഞങ്ങൾ പതുക്കെ ക്രോസ് ചെയ്ത് ആ കാണുന്നതാണ് ഐക്യ. കാണാമോ എല്ലാവർക്കും? അങ്ങനെ ഞങ്ങൾ അവിടെ സിഗ്നലൊക്കെ ഇട്ട് കണ്ട ഞങ്ങൾ ചെന്ന കറക്റ്റ് സമയം, നല്ല ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയില്ല, നിന്നു. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. പതിയെ ക്രോസൊക്കെ ചെയ്ത് നല്ല സ്പീഡിലല്ലേ വണ്ടിയൊക്കെ പോകുന്നത്. കാണാമോ നിങ്ങൾക്ക്? ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഫുൾ ടൈം ഐക്യയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വണ്ടികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്കായിട്ട് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്തു. ദേണ്ടേ, കുറേ നാൾ കൊണ്ടുള്ള ഒരു ആഗ്രഹം. ബാംഗ്ലൂർ വെച്ച് പോകാൻ പറ്റിയില്ല, ഇവിടെ വെച്ച് പ്ലാൻ ചെയ്തു പലതവണ, അന്നേരം ഒന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ആണെങ്കിലും പപ്പായും മമ്മിയും വന്നപ്പോൾ ഒന്ന് പോകാൻ പറ്റി. അവരെ കൊണ്ട് ഒരു സ്ഥലത്തൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെ മമ്മിയും കുറേ നാളുകൊണ്ടൊക്കെ ഒന്ന് ആഗ്രഹിച്ചായിരുന്നു എന്താണ് ഈ ഐക്യ എന്ന്. കാരണം പപ്പ ഒന്ന് രണ്ട് തവണയൊക്കെ പോയേച്ച് വന്നിട്ട് മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു ഐക്യയിലെ കാര്യങ്ങളൊക്കെ. ഐക്യയിൽ അത് കിട്ടും ഇത് കിട്ടും. പപ്പാക്ക് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ വന്നായിരുന്നു ബാംഗ്ലൂർ പോയ സമയത്ത്. മമ്മി പോയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് പതിയെ അവിടെ നിന്നൊരു ചായയും കാപ്പിയും, കാരണം ബർഗർ മാത്രമല്ലേ അവിടെ നിന്ന് കഴിച്ചുള്ളൂ. അപ്പോൾ ഇച്ചിരി ചൂട്, പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വരില്ലേ, എവിടെ പോയാലും നമ്മുടെ കയ്യിൽ ഒരു ഫ്ലാസ്ക് കാപ്പി കാണും. കാരണം പപ്പായ്ക്കും മമ്മിക്കും അച്ഛനും ഒക്കെ ഒരല്പം ചായ കാപ്പി ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പതിയെ ഐക്യയിലേക്ക് കയറി.
പപ്പ അവിടെ ഐക്കയുടെ പ്രൊമോഷനിലായിരുന്നേ. കാരണം ഞങ്ങൾ പലതവണ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ പലതവണ പോകാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് അടുത്ത് ഡിമാർട്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഓടി പോകുന്നത് ഡിമാർട്ടിലേക്കായിരുന്നു. ഐക്കയിലോട്ട് ഞങ്ങൾ അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പം അത് പറഞ്ഞ സമയത്ത് പപ്പ പറയുക, ഇവിടെ നല്ല ഭരണികളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ട്. പപ്പ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഐക്കേനെ പറ്റി. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടടാ നല്ല ഒരു നമ്മുടെ നാട്ടിലെ നെൽപ്പാടങ്ങളുടെയൊക്കെ ഒരു മണം വരുന്നു. നോക്കിയപ്പോൾ എന്തോ സൈഡിൽ എന്തുവാണെന്നറിയില്ല, ഗോതമ്പാണോ നെല്ലാണോ, അതിൻ്റെയൊക്കെ ഒരു ഹെയ് പോലെ സ്ട്രോ പോലത്തെ സാധനമാണ് കേട്ടോ. അപ്പം മമ്മി പറഞ്ഞു, ആദ്യം പറഞ്ഞു പെട്ടെന്ന് കണ്ടപ്പോൾ നെല്ലാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു അല്ല ഉച്ച അത് ഗോതമ്പാണ് എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ നിങ്ങൾക്കത് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ സമയമെത്തി ഐക്കയിലെത്താൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഐക്കയിലേക്ക് കയറുകയാണേ. ഐക്യ ഫുൾ സെറ്റപ്പായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ. ഇത് ആക്ച്വലി ഞങ്ങൾ ഒരു നവംബറിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഡിസംബർ പകുതി ആയപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ ഐക്യ ഒരു മാസം മുന്നേ ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇനിയിപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തെയും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. വീഡിയോ മൊത്തം കാണാം. ഇതിനകത്ത് ആദ്യം കയറിയ സമയത്ത് മമ്മിയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആ പൂക്കളും കാര്യങ്ങളുമൊക്കെ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മിക്ക് കാണും. അപ്പം ഞങ്ങൾ ആദ്യം കയറിയിട്ട് ലിഫ്റ്റിൽ പോകണോ സ്റ്റേഴ്സിൽ പോകണോ അതുപോലെ തന്നെ എസ്കലേറ്ററിൽ പോകണോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പം പിന്നെ എന്തുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ തന്നെ പോയി. അപ്പോൾ ഈ ഡബ്ബ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറിക്കുട്ടിന് പെട്ടെന്ന് ഡ്രീം കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്യും. ഓർമ്മയിൽ വന്നത് അമ്മയുടെ ഡബ്ബ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവൾക്ക് പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്നുള്ളൊരു ഇതിലുണ്ട്. പക്ഷേ അതിന് എന്താ നോക്കിയ സമയത്താണ് ഞാൻ വിചാരിച്ചു ഓക്കെ ബോക്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് ബോക്സ് അല്ലായിരുന്നു കേട്ടോ, നമ്മുടെ ജിഞ്ചർ ബിസ്ക്കറ്റിൻ്റെ ഡബ്ബാസ് ആയിരുന്നു. അപ്പം ഈ ഒരു ആംബിയൻസ് കണ്ടില്ലേ, നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഒരു ടെലഫോൺ സ്റ്റാൻഡും ഒക്കെ കൊണ്ട് അവർ അവിടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കളും ഒക്കെ വെച്ചിട്ട് അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഇത്രയും ഇരുന്നും നടന്നുമൊക്കെ വന്നതല്ലേ, അപ്പോൾ കെരിക്കുട്ടിന് അങ്ങ് ദാഹം തുടങ്ങി. കെരിക്കുട്ടിന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ നടന്നു വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഐക്കയുടെ അകത്തേക്ക് കയറി. അപ്പോൾ ആ ക്രിസ്മസിന് ഒരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറി. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കണ്ടേ. അങ്ങനെ അകത്തേക്ക് കയറി നോക്കി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സാധനം കിട്ടി, അച്ചാച്ചൻ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫസ്റ്റ് സാധനം എടുത്തു. അപ്പോൾ ഏറിക്കൂട്ടിനും കയറിക്കൂട്ടിനും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പക്ഷേ ഒരു ഗുണമുണ്ട് കേട്ടോ, നമ്മൾ തിരിച്ച് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചോളും. അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചൊന്ന് ചില സമയത്ത് പിടിവാശിയൊക്കെ കാണിക്കുമെങ്കിലും സാധനമൊക്കെ അവിടെ തന്നെ വെച്ചോളും. അവർ നോക്കിയപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ കണ്ടോ ഞങ്ങൾ ഒന്നായിട്ട് എടുക്കില്ല കേട്ടോ, എല്ലാം എടുക്കുമ്പോൾ രണ്ടായിട്ടേ എടുക്കുകയുള്ളൂ. കാരണം എനിക്ക് മാത്രം വേണ്ട, ചേച്ചിക്കും വേണം. ഒന്നായിട്ടൊന്നും എടുക്കുന്ന കാര്യമില്ല. പപ്പ അത് തിരിച്ചു വെക്കാനൊക്കെ ശ്രമിപ്പിക്കുന്നുണ്ട്, പക്ഷേ നടക്കില്ല. അത് നേരെ കൊണ്ട് ചേച്ചി എന്തെന്ന് അന്വേഷിച്ച് പോവുകയാണ്. ചേച്ചി അന്നേരം വേറെ ഏതാണ്ട് പറക്കാൻ പോയേക്കുകയാണ്. അവിടുന്ന് വിളിക്കുന്നുണ്ട്, ഇരു ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആശാട്ടി. ചേച്ചിയുടെ കയ്യിൽ ആ സാധനം ഒന്ന് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. കാരണം ചേച്ചിയും കൂടെ വാങ്ങിച്ചാലേ ആശാട്ടിക്ക് അത് കിട്ടുള്ളൂ എന്നറിയാം. അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി അന്നേരം വേറെ സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലായിടത്തും ഓരോ ക്രിസ്മസും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ ആദ്യം കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് സ്പേസിൻ്റെ അതുപോലെ തന്നെ കിച്ചൺ, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, കിച്ചൺ, ഹോം ഡെക്കറിലേക്കായിരുന്നു കേട്ടോ. ആ ഒരു സെക്ഷനിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്നത്. അപ്പോൾ ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സെറ്റി, സോഫ, പിന്നെ ചെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തോട്ട് പോകുമ്പം ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡൈനിങ് ഹാള് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ, ലിവിങ് സ്പേസ്, ഫസ്റ്റ് കയറിയത് ലിവിങ് സ്പേസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലിവിങ് സ്പേസിലേക്കുള്ള സാധനങ്ങളുടെ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. നല്ല നല്ല സോഫ സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടവൽസ്, പിന്നെ സൈഡ് ടേബിൾസ്, പിന്നെ ടേബിൾസിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അവർ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ തരും എങ്ങനെയാണ് ഒരു ഹോം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ തരും. പിന്നെ ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു ലിവിങ് ഏരിയയ്ക്കുള്ള എങ്ങനെ നമുക്ക് ഒരുക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർ ചെറിയ ചെറിയ ബോട്ടിൽസ്, അതുപോലെ തന്നെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം നമ്മൾ ആ ഒരു ഏരിയനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ഒക്കെ കാണാം, ചെറിയ ചെറിയ സൈഡ് ടേബിൾസ് കാര്യങ്ങളും ഒക്കെ കാണാം. സെൻറ്റർ ടേബിൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ ആ സൈഡിലേക്ക് കിച്ചണൊക്കെ കണ്ടു. കുറേ മോഡുലർ കിച്ചൺസും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ. ഒരു വീട് സജ്ജീകരിക്കുന്ന പോലെ അവർ ആ ഒരു ഏരിയനെ നല്ല ഭംഗിയായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ. നമ്മൾ അന്നേരം ആഗ്രഹിക്കും, ദൈവമേ ഇതുപോലെ നമ്മുടെ കിച്ചണും ഇരുന്നായിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിൻ്റെ കോലവും അല്പമൊക്കെ ഒന്ന് മാറും. പിന്നെ നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും പഴയപടിയാവും. വീണ്ടും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചൺ കുളമാകും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. അങ്ങനെ കുറേ കുപ്പികളും സാധനങ്ങളും ഒക്കെ കണ്ടു. പക്ഷേ ഈ ഐക്യയിൽ വന്നതുകൊണ്ട് ഗുണമുണ്ടായത് എനിക്കാണ് കേട്ടോ. മമ്മി കുറേ സാധനങ്ങൾ, ഓർഗനൈസേഴ്സും കാര്യങ്ങളും ഒക്കെ പറക്കി എടുത്തു. അതുകൊണ്ട് എനിക്ക് കുറേ ഗുണങ്ങളുണ്ടായി. എനിക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ കൂടെ കിട്ടുമ്പോൾ ഏത് പെണ്ണുങ്ങളാണ് കുറേ കൂടെ ഒക്കെ പാത്രങ്ങളൊക്കെ ആഗ്രഹിക്കാത്തത്. അപ്പം മമ്മി കൊച്ചു മോളെ ഇത് നോക്കുക അത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് മമ്മി ഓരോന്നോരോന്ന് എന്നെ കാണിക്കുന്നുണ്ട്. പിള്ളേർ അവരവരുടേതായ വഴികളിൽ പോയി അവർക്ക് ചെയേഴ്സും അവർ ബെഡും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചു. അവരൊന്ന് കിടന്നു നോക്കി, ഇരുന്ന് നോക്കി. അപ്പച്ച എല്ലാം കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. മക്കളെ നിങ്ങൾക്ക് ഇരുന്ന് നോക്കിക്കോ, നിങ്ങൾ കിടന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ച കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ടും അപ്പച്ചയുടെ കൂടെ അവർ നടന്നു. ഞാനും മമ്മിയും കൂടെ വീഡിയോയും എടുത്ത് ഓരോരോ സാധനങ്ങളും ഒക്കെ കണ്ട് പറക്കി അച്ഛൻ്റെ കൂടെ ഞങ്ങൾ നടന്നു. ചാടി ഇറങ്ങി കൂപ്പേന്ന് കടലക്കറി കിടന്നു ഇറങ്ങി വാ, കാലയിലൊക്കെ അഴുക്ക് കാണും. നമ്മൾ കയറി കിടന്ന് ഇറങ്ങി ഇനി ഉടനെ ഇറങ്ങിക്കും മതി. നീ അതൊക്കെ തൊട ഇറക്കുകയും ചെയ്യാം. കണ്ടുപോരുവോ വാ, കണ്ടുപോരുവോ വാ. Come. Ready? മമ്മി അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഓരോ ഓർഗനൈസേഴ്സും ഇവിടെ എന്തൊക്കെ ഇല്ല എന്നൊക്കെ നോക്കി മമ്മി അതൊക്കെ പറക്കിക്കൊണ്ട് നടക്കുകയാണ്.
അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഹാളും കാര്യങ്ങളും ഒക്കെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത് കണ്ടില്ല, വിൻഡോയുടെ കേർട്ടൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കിച്ചൺ, ഡൈനിങ് ഹാള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെയും ഓർഗനൈസേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടവൽസ്, പിന്നെ ചെറിയ ചെറിയ ടേബിളിൻ്റെ മുകളിൽ വെക്കാനുള്ള പ്ലാന്റ്സ്, പിന്നെ ടേബിളിൻ്റെ മുകളിൽ വെക്കാനുള്ള ചെറിയ എന്താ പറയുക കുപ്പി, ഭരണി പോലത്തെ അതുപോലത്തെ ചെറിയ ചെറിയ കുപ്പികളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്ലാസ്സസ്, അതൊക്കെയായിരുന്നു ഈ ഒരു ഏരിയയിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ചെയേഴ്സ്, അതിൻ്റെ ഉള്ള ടേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഏരിയയിലൊക്കെ പറഞ്ഞാൽ സ്പൂണുകളും സ്പാച്ചുലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു കിച്ചൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ലിമിറ്റഡ് ഏരിയ, ഇവിടുത്തെ കിച്ചൺസ് ഒക്കെ ഒത്തിരി സ്മോളാണ്. അപ്പോൾ ലിമിറ്റഡ് ഏരിയ ആണെങ്കിലും അതിനകത്ത് അവർ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. കോമ്പാക്റ്റ് ആണെങ്കിലും ബട്ട് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടും തോന്നിയില്ല. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെഷൻ ഏതാണെന്ന് നോക്കാം. കണ്ടോ, വൈൻ ബോട്ടിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് ഗുണം ചെയ്തേനെയായിരുന്നു. കാരണം ഞാൻ അവിടെ എനിക്ക് വൈൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈസൻസിൽ ഇതെല്ലാം എനിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ എനിക്ക് ഈ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഗുണം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കേക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നല്ലാതെ നമുക്ക് നമ്മൾ ബിസിനസ്സായിട്ട് അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർസും കാര്യങ്ങളും ഒക്കെ ഇട്ട്, കാരണം ഫസ്റ്റ് ടൈം ആണെങ്കിലും പോയത് കറക്റ്റ് സമയത്തായിരുന്നു ക്രിസ്മസിന്. കുറേ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറേ ക്രോക്കറിയും കണ്ടോ, ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ. കാരണം ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഞങ്ങളുടെ ഷെൽഫിൽ ഒരു ബ്ലാക്ക് കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന കുറേ ബ്ലാക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഞങ്ങളുടെ പ്ലാനിലായിരുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും പതുക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നത് പോലെ നമുക്ക് ഇവിടെ അങ്ങനെ വാങ്ങിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈർക്കൂട്ടിനും നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടാണ് ആ പാത്രങ്ങളൊക്കെ കാണിച്ചിട്ട്. കാരണം അവർക്കറിയാം ഞങ്ങൾ ബ്ലാക്ക് ആ സാധനത്തിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ട്. അപ്പോൾ അവൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ബ്ലാക്ക് പാത്രമൊക്കെ കാണിച്ചു. മമ്മി ഇത്രയും നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ക്ഷീണിച്ചു. മമ്മി പതിയെ ഒരു സ്ഥലമൊക്കെ കണ്ട് ഇരുന്നു. അവിടെ അച്ചാച്ചനും ഇരുന്നു. ഇവിടെ ഇരിക്കാത്തത് ഞാനും പപ്പായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പപ്പ ഇടയ്ക്കൊക്കെ ചെറിയ സോഫ ഒക്കെ കാണുമ്പോൾ പപ്പ കയറി ഒന്ന് ഇരുന്നായിരുന്നു. ഞാൻ അതുമില്ല, ഞാനിങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആക്രാന്തത്തിൽ ഞാൻ അങ്ങ് നടക്കുകയായിരുന്നു. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പുറകെ പപ്പായുടെ കൂടെ പിള്ളേരുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അങ്ങ് നടക്കുകയായിരുന്നു. പിന്നെ പിള്ളേർ കപ്പിച്ചാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ബെഡ് സ്പേസ്, ആ ഒരു ബെഡ്റൂംസ്, ആ ഒരു ഏരിയയിലേക്ക് എത്തി. അപ്പം പലതരത്തിലുള്ള ബെഡ്സും അതുപോലെ തന്നെ മാട്രസസ്, ഡുവാറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കണ്ണാടി ഒക്കെ കണ്ടില്ലേ, പല വെറൈറ്റീസ് ഓഫ് കണ്ണാടി, മിറേഴ്സ്, അങ്ങനെ ആ ഒരു ഏരിയയും കവർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ബെഡും അതുപോലെ തന്നെ പല തരത്തിലുള്ള ബെഡ്സ് ഉണ്ട് കേട്ടോ. സിംഗിള്, ഡബിള്, കിങ് സൈസ്. പിന്നെ ഒരു ഇതുണ്ട്, നമ്മുടെ ഇവിടുത്തെ കിങ് സൈസും നമ്മുടെ നാട്ടിലെ കിങ് സൈസും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ക്യൂൺ സൈസ് പോലും നമ്മുടെ ഇവിടുത്തെ കിങ് സൈസിനേക്കാളും വലുതാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ ഫീലായത്. കാരണം നമ്മുടെ വീട്ടിലെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കതാണ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ല വെറൈറ്റി ബെഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രസസ് ഉണ്ട്, അതുപോലെ തന്നെ ഡുവറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡുവയ്ക്ക് വേണ്ടിയിട്ടുള്ള കവേഴ്സ്, ബെഡിന് വേണ്ടിയിട്ടുള്ള ബെഡ് സ്പ്രെഡ്സ്, ബെഡ് ഫിറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നു. പില്ലോസിന് വേണ്ടിയിട്ടുള്ള പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് പ്രൊട്ടക്റ്റേഴ്സ്, അതായത് ബെഡിൻ്റെ മാട്രസ് പ്രൊട്ടക്റ്റേഴ്സ്, പിള്ളേർ മൂത്രം ഒഴിച്ചാലും അല്ലെങ്കിൽ വെള്ളം വീണാലും ഒന്നും നനയാത്ത തരത്തിലുള്ള
തരത്തിലുള്ള പ്രൊട്ടക്റ്റേഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ്സ്, ബെഡ്റൂംസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് ബെഡ്റൂംസ് മാത്രമല്ല, ഹോൾസും കാര്യങ്ങളും അതുപോലെ ഡൈനിങ് ഹാളും ലിവിങ് ഏരിയയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാവേ. പിന്നെ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള കേർട്ടൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഹൂക്സ്, അത് ആ കാണുന്നത് കേർട്ടൻസിന് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഹുക്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ലൈറ്റ്സ്, അതായത് ബൾബ്. പിന്നെ ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്തിങ്സിൻ്റെയാണ്. അതായത് നമ്മുടെ വാർഡ്രോബ്സും കാര്യങ്ങളും, അതുപോലെ ഡ്രസ്സിങ് ടേബിൾ, അതായത് നമുക്കൊരു കബേർഡ്സ് ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അതായത് ഹാങ്ങേഴ്സ്, അതുപോലെ ക്ലോത്ത്സ് വെക്കാനുള്ള ചെറിയ ചെറിയ ഓർഗനൈസേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വാർഡ്രോബ്സ്, റെഡിമെയ്ഡ് വാർഡ്രോബ്സും കാര്യങ്ങളും എല്ലാമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ചെറിയ ചെറിയ ഡ്രോയേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ റോങ് സൈഡിലെത്തി. റോങ് പ്ലേസ്, റോങ് പ്ലേസ്. വെരി അതുവരെ മക്കളെ നിങ്ങൾ എല്ലാത്തിലും വരുന്നു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇപ്പം പറഞ്ഞിട്ടു ഒരു സ്ഥാനത്തിലും തുടരുന്നു, നിങ്ങളെങ്കിലും പോന്നേക്കണമെന്ന്. കെരിക്ക് പേടിയില്ല, കെരി അത് കടിക്കും. കെരി കെരി ഓടിക്കൊണ്ടുവരുന്ന മനുഷ്യൻ പേടിച്ച് ഓടിക്കളെ. അതെന്നാ കെരി, അതെന്നത്, അതെന്താ പറഞ്ഞു കൊടുത്തേ, അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തേ അത് എന്താന്ന്? വാട്ട് ഇറ്റ് ഈസ്? ബേബി പറഞ്ഞേ, എന്തത്? എന്നാ ഇത്? ആസ്ട്രോനോട്ട്. വെരി ഇട്ടോ. ഇത് ഏത് സെക്ഷനിലാന്ന് മനസ്സിലായല്ലോ? കിഡ്സിൻ്റെ ടോയ് സെക്ഷൻ. റോങ് പ്ലേസിലായിപ്പോയി ഞങ്ങൾ വന്നത്. കണ്ട് ഫുൾ ടോയ്സ് ആണ്, ബോൾസ്, പാണ്ട, അതായത് സോഫ്റ്റ് ടോയ്സിൻ്റെ സെക്ഷനിലാണ് വന്നത്. അപ്പോൾ നേരത്തെ ഫർണിച്ചർ ആയിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ സാധനങ്ങളുടെയൊക്കെ സെക്ഷനിലെത്തി. ഇത് ഫുള്ള് കിഡ് സെക്ഷനാണ്. അതിൻ്റെ എന്താ പറയുന്നത്, നമ്മുടെ സ്ലൈമ്, ക്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിള്ളേർക്ക് കളിക്കാനുള്ള കളേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ സെഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, പിള്ളേരുടെ സ്റ്റഡി ടേബിൾ, പിള്ളേർക്ക് ഓർഗനൈസ് ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ സ്റ്റഡി ടേബിൾ.
ഇത് വരുമ്പോൾ ബേബീസിൻ്റെ സെഷനാണ്. കോട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഹോസ്റ്റൽ ഓർമ്മ വന്നു. എനിക്ക് ഡബിൾ ഡെക്ക് ബെഡ്. This is for kids, babies. ബേബിക്ക് ഫുഡ് കൊടുക്കാനുള്ള ചെയറും കാര്യങ്ങളും ഒക്കെ. ഇതിനു പുറമെ കിച്ചൺ സെറ്റ്, പിസ്സ ഉണ്ടാക്കുന്നത്, പിസ്സയുടെ അതായത് ഡോമിനോസിലൊക്കെ കാണുന്ന പോലത്തുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാൻ ചെറിയ ചെറിയ തടികളുടെയും അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തി. ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നെ ഇനിയിപ്പം അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇനി അടുത്ത സെഷനിലേക്ക് പോകണമല്ലോ. ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തത്. അങ്ങനെ അടുത്ത ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ആ ഒരു ഫ്ലോറിലെത്തി. ഇവിടെ ഫുൾ നമ്മുടെ കിച്ചണിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, അതായത് ക്രോക്കറീസ്, പിന്നെ ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ കണ്ണിൽ അതൊക്കെ പെടുള്ളൂ, കാരണം അത്യാവശ്യം കുറച്ചൊക്കെ ബേക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടു. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേൺ ടേബിൾ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ടേൺ ടേബിൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ഇതെടുക്ക്, നല്ലതാണ് എന്ന് പറഞ്ഞു. മമ്മി കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. നീ മറ്റേതെടുത്ത് സ്ട്രെയിൻ ചെയ്യുന്ന ഒത്തിരി കാണുന്നതാണ്, അപ്പം അത് സ്മൂത്തായിട്ട് കറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ടേൺ ടേബിൾ എടുത്തു. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ എടുത്തായിരുന്നു ഇവിടുന്ന്. കുറേ പാത്രങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വേണം ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ. ഉണ്ടോ, അച്ഛൻ കുറേ പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, വെയിറ്റ് കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പപ്പായോട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഇനി അടുത്ത പ്രാവശ്യം എന്നാണ് പോകുന്നതെന്ന് അറിയത്തില്ല, എന്നാലും പോകുവാണെങ്കിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി വാങ്ങിക്കണം. അതുപോലെ കുറേ കൂടെ ഓർഗനൈസേഴ്സും കാര്യങ്ങളും. ഇത് കണ്ടോ, ആ സൈഡിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കിച്ചൺ സെറ്റ് പോലെ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ മോഡുലർ കിച്ചൺ പോലെ ഷെൽഫും കാര്യങ്ങളും. ഏത് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്കിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു തന്നേന്ന്. കണ്ടോ, കുക്ക് ടോപ്പ്, ഇതെല്ലാം കളിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അവർക്ക് കുക്കിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഏപ്രൺ ഒക്കെ ഉണ്ട്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനായിട്ട് ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ വരെ എടുത്തുകൊണ്ട് പോയി കളിച്ചിട്ടുണ്ട്. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇത്തവണ പോയപ്പോൾ കുറേ ഭരണികളും കുറേ പാത്രങ്ങളും അതുപോലെ തന്നെ കുറേ ഗ്ലാസ് ജാർസും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊക്കെ നമുക്ക് പറ്റിയാൽ വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് കുറേയൊക്കെ ഐക്യയുടെ വിശേഷങ്ങൾ. ഇത് ഏകദേശമൊക്കെ കഴിയാറായി. ഒരു സെഷൻ മൊത്തം ക്രിസ്മസിന് വേണ്ടിയിട്ട് മാത്രം അവർ ഡെക്കറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
കഴിക്കാൻ വേണ്ടി. നമുക്കിത് ഇതിങ്ങനത്തത് വേണം, ഇവിടെ ഇതൊക്കെ വേണം. ആവശ്യമില്ല, അത്ര എളുപ്പം നടന്നു. ആക്ച്വലി ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അവിടെ തളർന്ന് ഇരിക്കാനൊക്കെ തുടങ്ങി. അച്ചാച്ചനാണേലും മമ്മിയാണേലും കംപ്ലീറ്റ്ലി, കാരണം ഫുള്ള് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത് തന്നെ. പക്ഷേ ഈ ഇത്രയും വന്നിടം മൊത്തം കവർ ചെയ്ത് വീണ്ടും ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ. അത് കിളിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ബാംഗ്ലൂർ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മമ്മി എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പനിക്കൂർക്കയുടെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറേ ഇലകളൊക്കെ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ മമ്മി പനിക്കൂർക്ക കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുത്ത് വെക്കാൻ മറന്നുപോയി ധൃതിയിൽ. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചെറിയ തണ്ട് ഇതിനകത്തുണ്ടായിരുന്ന എടുത്ത് വെച്ച് ഞങ്ങൾക്കത് കിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വെള്ളത്തിൽ വെച്ച് ഞങ്ങളത് പ്ലാന്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുള്ള പോട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് മമ്മി അച്ചാച്ചനൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അല്ല, അത് കൂടുതലല്ല. എവിടെയാ വന്നേ? എവിടെയാ? ഇതിന്റെ പേരെന്നാ? നമ്മൾ എവിടെയാ വന്നേ? എവിടെയാ വന്നേ? ഐക്യയിൽ വന്നോ? നമ്മൾ എവിടെയാ വന്നേ? ഐക്യയിൽ വന്ന് എന്താ വാങ്ങിച്ചേ കുഞ്ഞ്? ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചോ? ആർക്കാ ഈ സാധനങ്ങളൊക്കെ? അമ്മയ്ക്കാണോ? അമ്മയ്ക്ക് ഗിഫ്റ്റ് ആണോ? എന്തിനു ഗിഫ്റ്റ്? ബർത്ത്ഡേക്കോ ആണോ? അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കാനാണോ ഇതൊക്കെ? താങ്ക് യു. മാറി പപ്പ അവളെ നോക്കണേപ്പാ. നമുക്ക് പോവാൻ ചാച്ചാ. എന്നാ 10 ഇനി കുറച്ച് പോകണം, തീരാൻ വേണ്ടി, എക്സിറ്റ് അടിക്കാൻ വേണ്ടി. ഇതുകൊണ്ട് 19 പൗണ്ട് ഇതുകൊണ്ട് എത്തിക്കണം. 19 ഞാൻ നാട്ടിൽ കൊണ്ടുപോകാനാണ് നോക്കിയത്. ഇതെന്തായാലോ നോക്കി എത്ര പൗണ്ടാടി? ഇവിടെ കാണണം, ഇവിടെ ഇല്ല. അതൊരെണ്ണം എടുക്കപ്പാ. അതെന്തായാലും ചുമ്മാ എടുക്കുക. തുറണം 2.5 പൗണ്ടിന്റെ ഇതോ ഇരിക്കുന്നേ. പപ്പ വീട്ടിലേക്ക് വേണ്ടി ഒരു ക്ലോക്ക് കൊണ്ടുപിടിച്ച നോട്ടമായിരുന്നു. നോട്ടം മാത്രമേ നടന്നുള്ളൂ, ഒന്നും ഒട്ട് എടുത്തതുമില്ല. ഇവിടെ ഒരാൾ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ, വിശാൽ ഓവർകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൾ പാടുകയല്ലേ, എന്നാ ഒന്ന് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് അവൾ എന്ത് ചെയ്താൽ പാടില്ല. അവൾ ഒരുമാതിരി ഇമ്പോസിഷൻ കൊടുത്ത പോലെ വിശാൽ ഓവർകം മാത്രം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാടി.
പഠിക്കുന്നു. അപ്പോൾ മമ്മി പൂക്കളുടെ ആ ഒരു സെഷനിൽ വീണ്ടും എത്തി. മമ്മിക്ക് ഇതൊക്കെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി വാ കയറി ഒരു ഫോട്ടോ എടുക്കാവുന്ന. ആ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കണേ, ആ ചിരിയുണ്ടോ? ആഹാ സോറി കുന്തിരിക്കത്തിൻ്റെ മണമാണ് നല്ലത്. നോക്കി നോക്കേ. പൊട്ടുന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി ഞങ്ങൾ എത്തി. അവിടെ ഒരു ഏരിയയിൽ കുറേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറെയും സെഷൻ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മമ്മിയുടെ മെയിൻ വീക്ക്നെസ്സിലേക്ക് ഞങ്ങൾ എത്തി, ചെടി. മമ്മി നോക്കി എങ്ങനെ എടുക്കും. അപ്പം ഞങ്ങൾ മമ്മിയോട് പറഞ്ഞു മമ്മിയുടെ ചെടി ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മമ്മി എല്ലാം നോക്കിയിട്ട് തിരിച്ചു വെക്കുക മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ കണ്ടു. പക്ഷേ മമ്മി ചെടിയൊക്കെ കൊണ്ടുപോയി കേട്ടോ. ഞങ്ങൾ മമ്മിക്ക് വരെ ചെടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. മമ്മിയുടെ ചെടിയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനിയും ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് ഐക്യ ക്ലോസ് ചെയ്യാനുള്ള അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരൊക്കെ ഇറങ്ങി പോരാൻ. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കണ്ടില്ല, ഇത്രയും നേരം ഇടയ്ക്ക് ഭയങ്കര ക്ഷീണിച്ചൊക്കെ പോയി ഇന്ന ആളാണ്. ചെടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനർജിയൊക്കെ ആയി ആൾക്ക്, അതായത് മമ്മിക്ക്. അങ്ങനെ ഞങ്ങൾ ഇനിയും ബില്ലിംഗ് സെക്ഷനിൽ പോവാണ്. ബില്ലിംഗ് സെക്ഷനിൽ പോയി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ബില്ലിട്ട് നമുക്ക് ഇറങ്ങി പോകണ്ടേ വീട്ടിൽ. അപ്പോൾ ഇനി ബില്ലിംഗ് സെക്ഷനിൽ കാണാം. അപ്പോൾ നമ്മൾ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകുന്നതിൻ്റെ ആ വഴിയിൽ ഫുള്ള് കണ്ടില്ലേ, ക്രിസ്മസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഐക്യാനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ട്രീസ്, അതുപോലെ ചെറിയ പ്ലാന്റ്സ്, കുഞ്ഞു കുഞ്ഞു ട്രീസ്, അതായത് നമ്മുടെ ടേബിളിൽ വെക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ട്രീസ്, സ്റ്റാർസ്, ഡെക്കറേറ്റിംഗ് ഐറ്റംസ്, അങ്ങനെ അതുപോലെ തന്നെ സെൽഫീസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബാസ്ക്കറ്റ്സ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കണ്ട് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നിനക്ക് എന്നടി ഞാൻ വാങ്ങിച്ചതാത്തത് മിണ്ടായിരുന്നോ? എൻ്റെ വീട്ടിലേക്ക് മൊത്തം എടുത്ത് കളയാൻ.
അങ്ങനെ നമ്മുടെ ഐക്യയിലെ പരിപാടികൾ, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ ഐക്യയിലുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. See you soon with the next video. Till then, take care. Bye. അപ്പോൾ ഇത് ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഇരുട്ടായി, തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഇരുട്ടാവും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ബസ്സിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, രാത്രി ആയില്ലേ, അല്പം തണുപ്പുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.